ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത, ദുബായ് എയർ ഷോയിൽ ഇന്ത്യയുടെ തേജസ് വിമാനം തകർന്നു വീണ ദുഃഖവാർത്തയായിരുന്നു. ഇന്ന് മറ്റൊരു സന്തോഷ വാർത്തയായിട്ട് നമ്മൾ വരികയാണ്. ഇന്ത്യയിലെ ഡിഫൻസ് രംഗത്ത് തുടക്കം മുതലേ നമ്മൾ പല തിരിച്ചടികളും നേരിട്ടിട്ടുണ്ട്. അവയെല്ലാം നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ചരിത്രം, അതാണ് നമ്മുടെ ഭൂതകാലം, അതാണ് നമ്മുടെ വർത്തമാനകാലം, അതാണ് നമ്മുടെ ഭാവി. ഇനിയും തിരിച്ചടികൾ ഉണ്ടാവും, നമ്മൾ അവയെല്ലാം അതിജീവിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഫ്രഞ്ച് മേജർ കമ്പനിയായ സഫ്രാൻ കമ്പനിയിൽ നിന്നും, സഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് എന്ന കമ്പനിയിൽ നിന്നും വരുന്ന ഒരു വാർത്തയാണ്. സഫ്രാൻ നിങ്ങൾക്കറിയാം, ഒരുപാട് എഞ്ചിൻ ഏവിയോണിക്സ് ഏരിയയിലെല്ലാം വളരെ ഇന്ത്യയുമായിട്ട് പാർട്ണറാവുന്ന ഒരു രാജ്യമാണ് സഫ്രാൻ കമ്പനി. ഈ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിക്ക് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു വളരെ പ്രധാനമുള്ള ഒരു റോൾ ഉണ്ടായിരുന്നു. ഡിഫൻസ് എക്സ്പെർട്ടുകൾ വളരെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. നമ്മളുടെ സഫ്രാൻ കമ്പനി നിർമ്മിച്ച് ഇന്ത്യക്ക് നൽകിയ ഹാമർ മിസൈൽസ് ആണ് നമ്മൾ ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷ് ഇ മുഹമ്മദിന്റെയും ഒക്കെ താവളങ്ങൾ തകർക്കാൻ ഉപയോഗിച്ചത്. അതിന്റെ കൂടെ സ്കാൽപ്പ് മിസൈലുകൾ ഉണ്ടായിരുന്നു. ഇത് എയർ ടു ഗ്രൗണ്ട് മിസൈൽസ് ആണ്. ഈ മിസൈൽ ഉപയോഗിച്ചിട്ടാണ് ഭീകര താവളങ്ങൾ, അവരുടെ ഇതിന്റെ ബങ്കർ ബസ്റ്ററാണ്, ബങ്കറുകൾ തകർത്തത്, മൾട്ടി സ്റ്റോറിയുടെ ബിൽഡിംഗ് തകർത്തത്. ഇതെല്ലാം സ്കാൽപ്പും ഹാമറും ഉപയോഗിച്ചിട്ടാണ്. ഈ ഹാമർ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. ഇന്ത്യ ഗവൺമെന്റിന്റെ കമ്പനിയായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും സഫ്രാൻ കമ്പനിയുമായി ചേർന്നിട്ട് ഇന്ത്യയിൽ 50x50 അതായത് 50-50 പ്രൊപ്പോർഷനിൽ ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി രൂപീകരിക്കുകയാണ്. സഫ്രാന്റെ കയ്യിലുള്ള ഈ ഹാമർ മിസൈലിന് വേണ്ടിയിട്ടാണ് ഈ പ്രത്യേക യൂണിറ്റ് നിർമ്മിക്കുന്നത്. എങ്കിൽ പോലും സഫ്രാന്റെ മറ്റു മിലിറ്ററി എക്യുപ്മെന്റ്സ് എല്ലാം ഇന്ത്യയുമായിട്ട് ചേർന്ന് നിർമ്മിക്കാനുള്ള ഒരു ത്വരിത പദ്ധതിയിലാണ് സഫ്രാൻ കമ്പനി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിഞ്ഞ യുദ്ധത്തിൽ നമ്മൾ ഉപയോഗിച്ച് തീർന്ന, അതായത് റിപ്ലനിഷ്മെന്റ് എന്ന് പറയും, നമ്മൾ ഉപയോഗിച്ച് തീർന്ന മിസൈലുകൾ നമുക്ക് പുതുതായിട്ട് വാങ്ങേണ്ടതുണ്ട്. അത് ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം അത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുക, മേക്ക് ഇൻ ഇന്ത്യ ആൻഡ് മേക്ക് ഫോർ ദ വേൾഡ് എന്നുള്ളതാണ് ഇന്ത്യയുടെ പദ്ധതി. അത് ഒരു 50-50 ജോയിന്റ് വെഞ്ചർ ആയതുകൊണ്ട് ബ്രഹ്മോസ് മാതിരി ഭാവിയിൽ ഇന്ത്യ ഈ മിസൈലുകളെ മറ്റ് സഖ്യകക്ഷികൾക്ക്, ശത്രു രാജ്യങ്ങളല്ലാത്തവർക്ക് ഇത് വിൽക്കാനുള്ള സാധ്യതയും അതുവഴി നമുക്ക് ഫോറിൻ കറൻസി നേടാനുള്ള ഒരു സാധ്യതയും കൂടെയാണ് ഈ ഒരു അവസരം തുറക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ആ എയർ ഷോയിൽ തേജസ് വിമാനം വഴി നമുക്കുണ്ടായ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ അശ്രാന്തമായി പരിശ്രമിക്കുകയാണ്. ഇന്നലെ അതിന്റെ ജോയിന്റ് വെഞ്ചറിനുള്ള എഗ്രിമെന്റ് സഫ്രാൻ ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇന്ത്യ ഗവൺമെന്റും ചേർന്ന് ഒപ്പുവെച്ചു. അത് നിലവിൽ വന്നു. അത് അനുസരിച്ചിട്ട് ഏറ്റവും വേഗത്തിൽ തന്നെ അതിന്റെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഇന്ത്യയിൽ ഉണ്ടാവുമെന്നും ഇന്ത്യ തദ്ദേശീയമായിട്ട് ഹാമർ മിസൈലുകൾ നിർമ്മിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.